ഡോക്ടർ ബി ബാലഗോപാൽ ഇദ്ദേഹം മാതൃഭൂമി ന്യൂസ് ഡൽഹി ബ്യൂറോയിലെ ചീഫ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ്. ഇദ്ദേഹം എഴുതിയ ഒരു വിവരണം നമ്മുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുത്തും. അത്രമാത്രം മനോഹരമായ ഒരു യാത്രയാണ് ചെനാബ് പാലത്തിലൂടെയുള്ള വന്ദേ ഭാരത് യാത്ര എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ഓപ്പറേഷനുകളിൽ പരിശീലനം ലഭിച്ച റെയിൽവേ സംരക്ഷണ സേനയുടെ കോറസ് കമാൻഡോകളാണ് വന്ദേ ഭാരതിന്റെ സുരക്ഷ ഒരുക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ധരിച്ച സ്പെഷ്യൽ ഓപ്പറേഷൻസ് അസോൾട്ട് റൈഫിളുകളും ഏന്തിയ കമാൻഡോകൾ എല്ലാ ബോഗികളിലും വിന്യസിച്ചിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പേടിച്ചിരിക്കാതെ കാശ്മീരിന്റെ മനോഹാരിത ആസ്വദിക്കാൻ ഓരോ മലയാളിയെയും ക്ഷണിക്കുന്നതാണ് ഈ പോസ്റ്റ് വായിക്കാം. ഈഫലിനേക്കാൾ ഉയരത്തിൽ കോറസ് കമാൻഡോകളുടെ സുരക്ഷയിൽ വന്ദേ ഭാരതിനെ കാശ്മീർ വരവേറ്റപ്പോൾ ഇതാണ് അതിന്റെ തലക്കെട്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത യാത്ര നഷ്ടപ്പെടുത്തരുത്. ഖത്ര മുതൽ ശ്രീനഗർ വരെ വന്ദേ ഭാരത് ട്രെയിനിൽ ഉടൻ യാത്ര ചെയ്യൂ. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയച്ച വാട്സാപ്പ് സന്ദേശമാണ് ഇത്. ഈ വാട്സാപ്പ് സന്ദേശമാണ് ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസിലെ എന്റെ കന്നി യാത്രയ്ക്ക് കാരണം. കഴിഞ്ഞ 1.5 മാസത്തിൽ പകുതിയും ജമ്മു കാശ്മീരിൽ ആയിരുന്നതിനാൽ വീണ്ടും ഒരു ശ്രീനഗർ യാത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഒരിക്കലും മറക്കാനാവാത്ത യാത്ര നഷ്ടപ്പെടുത്തരുത് എന്ന ആ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശമാണ് എന്നെ ഖത്രയിൽ എത്തിച്ചത്. പെട്ടെന്നുള്ള തീരുമാനമായതിനാൽ അധികം ആസൂത്രണമൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിന്റെ യാത്ര ആരംഭിക്കുന്നത് ഖത്രയിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഡൽഹിയിൽ നിന്ന് ശ്രീശക്തി എക്സ്പ്രസിലെ ഒരു രാത്രി മുഴുവൻ നീളുന്ന യാത്രയ്ക്ക് ശേഷമാണ് ഖത്രയിൽ എത്തിയത്. ത്രികൂട പർവ്വത നിരകളെ ആസ്വദിച്ചാണ് രാവിലെ 6 മണിയോടെ ഖത്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. പർവ്വത നിരകൾക്ക് മുകളിൽ പ്രഭാത സൂര്യന്റെ സ്വർണ്ണ തിളക്കം യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു. ത്രികൂട പർവ്വത നിരകളെ പോലെ തന്നെ വെട്ടിത്തിളങ്ങുകയായിരുന്നു ഖത്ര റെയിൽവേ സ്റ്റേഷനും. വൃത്തിഹീനതയ്ക്കും ശുചിത്വമില്ലായ്മയ്ക്കും കുപ്രസിദ്ധമാണ് ഉത്തരേന്ത്യയിലെ പല റെയിൽവേ സ്റ്റേഷനുകളും. എന്നാൽ ഖത്രയിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി റെയിൽവേ സ്റ്റേഷൻ അത്ഭുതപ്പെടുത്തി. സ്റ്റേഷൻ പൂർണ്ണമായും പെയിന്റ് അടിച്ച് മൂടി പിടിപ്പിച്ചിരിക്കുകയാണ്. നിരവധി തീർത്ഥാടകർ എത്തുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ ഇത്ര വൃത്തിയായി സൂക്ഷിക്കുന്നത് എങ്ങനെ എന്ന് അത്ഭുതപ്പെടും. ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്ദർശിച്ചതിനാലാകാം സ്റ്റേഷനും പരിസരവും ഇത്ര വൃത്തിയായി കിടക്കുന്നത്. ഖത്ര റെയിൽവേ സ്റ്റേഷനിലെ ആകർഷകമായ കാര്യങ്ങളിലൊന്ന് IRCTC ഗസ്റ്റ് ഹൗസ് ആണ്. ഡീലക്സ് മുറി മുതൽ ഡോർമറ്ററി വരെ താരതമ്യേന കുറഞ്ഞ തുകയ്ക്ക് ലഭിക്കും. ഗസ്റ്റ് ഹൗസിലെ മുറിയിലെത്തി ഫ്രഷായ ശേഷം ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ പിടിക്കാനായി ഖത്ര സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തി. വലിയ സുരക്ഷയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിനുണ്ടായിരുന്നത്. യാത്രക്കാരെക്കാൾ കൂടുതൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരും കോൺസ്റ്റബിൾമാരുമായിരുന്നു പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത്. ശ്രീനഗർ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടത്തിവിട്ടിരുന്നത്. 8 ബോഗികളാണുള്ളത്. ഇതിൽ 2 എക്സിക്യൂട്ടീവ് ചെയർ കാറും ബാക്കിയുള്ളവ ചെയർ കാറുമാണ്. ശ്രീനഗർ വന്ദേ ഭാരതിലെ കന്നി ഭൂരിഭാഗവും ഉത്തരേന്ത്യക്കാരായിരുന്നു. ശ്രീനഗറിലേക്കുള്ള ആദ്യ ട്രെയിൻ യാത്രയുടെ ആകാംക്ഷ പ്ലാറ്റ്ഫോമിലെ ഭൂരിഭാഗം പേരിലും പ്രകടമായിരുന്നു. 7:45 യാത്രക്കാരെ ട്രെയിനിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി. കൃത്യം 8:10 വന്ദേ ഭാരത് ഖത്രയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഖത്ര മുതൽ ബനിഹാൽ വരെയുള്ള 111 കിലോമീറ്ററിൽ 97.42 കിലോമീറ്ററും ടണലുകളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് പോകുന്നത്. യാത്ര തുടങ്ങിയ 5 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യ തുരങ്കമായ T33യിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രവേശിച്ചു. ഖത്രയ്ക്കും റിയാസിക്കുമിടയിലുള്ള ആദ്യ തുരങ്കത്തിന്റെ നീളം ഏതാണ്ട് 3 കിലോമീറ്ററോളം. പുതിയ ടണലിംഗ് രീതിയിലാണ് ഈ റൂട്ടിലെ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കാൻ നീളം കൂടിയ തുരങ്കങ്ങളിൽ ക്രോസ് പാസേജുകൾ വഴി പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള സമാന്തര എസ്കേപ്പ് പാതകളുമുണ്ട്. സാധാരണയായി റെയിൽവേ തുരങ്കങ്ങൾ ഇരുട്ട് നിറഞ്ഞതാണ്. തുരങ്കങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്രകളെ വിരസമാക്കുന്നത് ഈ ഇരുട്ടാണ്. എന്നാൽ ഖത്ര ശ്രീനഗർ റെയിൽ റൂട്ടിലെ തുരങ്കങ്ങൾ ഇക്കാര്യത്തിൽ വ്യത്യസ്തമാണ്. ഇവിടെ തുരങ്കങ്ങൾ നല്ല വെളിച്ചമുള്ള വിളക്കുകൾ കൊണ്ട് പ്രകാശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുരങ്കത്തിന്റെ കാഴ്ചകളും ആസ്വദിച്ചാണ് യാത്ര. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ആദ്യ 4 റെയിൽവേ തുരങ്കങ്ങളിലൂടെ ഖത്ര ശ്രീനഗർ റെയിൽ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ആദ്യ 4 റെയിൽവേ തുരങ്കങ്ങളിലൂടെ മിനിറ്റുകളുടെ ഇടവേളകളിൽ സഞ്ചരിക്കാം. സുംബറിനും ഖാരിക്കും ഇടയിലുള്ള T50 തുരങ്കമാണ് രാജ്യത്തെ നിലവിലുള്ള ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. 12.77 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഏറ്റവും വലിയ 2ാമത്തേതും 3ാമത്തേതും 4ാമത്തേതുമായ റെയിൽ തുരങ്ക പാതകളും ഈ റൂട്ടിലാണ്. പീർ പഞ്ചാൽ റെയിൽവേ തുരങ്കം എന്നറിയപ്പെടുന്ന T80 തുരങ്കത്തിന്റെ നീളം 11.22 കിലോമീറ്റർ ആണ്. സവാൽകോട്ടിനെയും സങ്കൽദാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന T44 തുരങ്കത്തിന്റെ നീളം 11.13 കിലോമീറ്റർ ആണ്. സങ്കൽദാനെയും സുംബറിനെയും ബന്ധിപ്പിക്കുന്ന T49 തുരങ്കത്തിന്റെ നീളം 10.178 കിലോമീറ്റർ വരും. യാത്ര ആരംഭിച്ച് ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെന്റ് ലഭിച്ചു. ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായി ഇന്ത്യയിൽ ഒരു കേബിൾ റെയിൽ പാളത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ആൻജി ഘാട്ട് പാലത്തിലൂടെ സഞ്ചരിക്കും. പാലത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പുറത്തേക്ക് നോക്കിയിരിക്കുക. അനൗൺസ്മെന്റ് കഴിഞ്ഞതും ട്രെയിൻ ഒരു തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെയും 5 മിനിറ്റ്
കഴിഞ്ഞപ്പോഴാണ് ട്രെയിൻ അഞ്ചി ഘാട്ട് പാലത്തിലെത്തിയത്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ വേഗം അല്പം കുറഞ്ഞു. കൂറ്റൻ മലകൾക്കിടയിലൂടെ ഒഴുകുന്ന അഞ്ചി നദിയിൽ നിന്ന് 331 മീറ്റർ ഉയരത്തിലുള്ള കേബിൾ റെയിൽ പാലത്തിലൂടെ വന്ദേ ഭാരത് എക്സ്പ്രസ് നീങ്ങി. പുറത്തെ കാഴ്ചകൾ കാണാൻ ആളുകൾ വിൻഡോയ്ക്ക് സമീപം നിലയുറപ്പിച്ചു. 193 മീറ്ററാണ് ഈ പാലത്തിന്റെ ഉയരം. 473 കിലോമീറ്റർ കേബിളുകൾ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 213 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിനെ പോലും പ്രതിരോധിക്കാനുള്ള ശേഷി ഈ പാലത്തിനുണ്ട്. അപ്രോച്ച് പാലം ഉൾപ്പെടെ 725 മീറ്റർ ദൈർഘ്യമാണ് പാലത്തിനുള്ളത്. ആസ്വദിക്കുന്നതിന് മുൻപ് തന്നെ അഞ്ചി പാലവും കടന്ന് ട്രെയിൻ അടുത്ത തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു. കുത്തബ് മിനാറിനേക്കാൾ 5 മടങ്ങ് ഉയരത്തിലൂടെയുള്ള യാത്ര. അഞ്ചി ഘാട്ട് പാലത്തിന് ശേഷം ഏതാനും ടണലുകൾ കൂടി കടന്നതോടെ അടുത്ത സീറ്റിലിരുന്ന ആന്ധ്രയിൽ നിന്നുള്ള റെയിൽവേ ബോർഡിലെ മുൻ എഞ്ചിനീയറായിരുന്ന ശ്രീനിവാസ റാവു എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിലൂടെ നിങ്ങൾ അല്പസമയത്തിനുള്ളിൽ യാത്ര ചെയ്യും. ഡൽഹിയിലെ കുത്തബ് മിനാറിനേക്കാൾ 5 മടങ്ങ് ഉയരത്തിലുള്ള പാലത്തിലൂടെയാണ് ഇനിയുള്ള യാത്ര. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നാലെ ചെനാബ് പാലത്തിലേക്ക് കടക്കുകയാണ് എന്ന അറിയിപ്പുമെത്തി. ചെനാബ് പാലത്തിന്റെ ഭംഗി ആസ്വദിക്കാനാകണം എഞ്ചിൻ ഡ്രൈവർ ട്രെയിനിന്റെ വേഗത കുറച്ചു. പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും നടപ്പാതകളുണ്ട്. റിയാസി ജില്ലയിലെ കൗരി ബക്കൽ ഗ്രാമങ്ങൾക്കിടയിൽ ചെനാബ് നദിക്ക് കുറുകെയുള്ള ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലത്തിലൂടെ ഞങ്ങളുടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങി. ചെനാബ് നദീതടത്തിൽ നിന്നും 359 മീറ്റർ ഉയരത്തിലുള്ള ഈ പാലം ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിലാണ്. താഴെ ചെനാബ് നദി ശാന്തമായി ഒഴുകുന്നു. ട്രെയിനിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഈ പാലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ പീർപ്പഞ്ചാൽ മലനിരകൾക്ക് അപ്പുറത്തു നിന്നെത്തുന്ന സൂര്യപ്രകാശത്തിൽ ചെനാബ് പാലത്തിന്റെ കൈവരികൾ വെട്ടിത്തിളങ്ങുന്നത് കാണാമായിരുന്നു. മറ്റൊരു തുരങ്കത്തിലേക്ക് പ്രവേശിക്കാനായി ട്രെയിൻ ചെറുതായി വളയുന്നതിനിടെ പ്രൗഢഗംഭീരമായ ചെനാബ് പാലത്തിന്റെ കമാനവും താഴ്ഭാഗവും ഒരു നോക്ക് കണ്ടു. സ്പെഷ്യൽ ഓപ്പറേഷനുകളിൽ പരിശീലനം ലഭിച്ച കമാൻഡോകളുടെ സുരക്ഷയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ കാശ്മീരിലേക്ക് ഉടൻ ഒരു യാത്ര പോകുന്നത് സുരക്ഷിതമാണോ എന്ന ആശങ്ക പലരും പങ്കുവച്ചിരുന്നു. അതിയായ ആഗ്രഹമുണ്ടായിട്ടും അത്തരമൊരു ആശങ്കയും പേടിയും മൂലം ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിലെ യാത്ര പിന്നീടാകാം എന്ന് തീരുമാനമെടുത്ത പല സുഹൃത്തുക്കളെയും എനിക്കറിയാം. അവരുടെ ആശങ്കകൾ തെറ്റാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ വിന്യാസം ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസിലാണ്. സ്പെഷ്യൽ ഓപ്പറേഷനുകളിൽ പരിശീലനം ലഭിച്ച റെയിൽവേ സംരക്ഷണ സേനയുടെ കോറസ് കമാൻഡോകളാണ് വന്ദേ ഭാരതിന്റെ സുരക്ഷ ഒരുക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ധരിച്ച് സ്പെഷ്യൽ ഓപ്പറേഷൻസ് അസോൾട്ട് റൈഫിളുകളും ഇന്ത്യ കമാൻഡോകൾ എല്ലാ ബോഗികളിലും വിന്യസിച്ചിട്ടുണ്ട്. 2019 സ്ഥാപിതമായ റെയിൽവേ സംരക്ഷണ സേനയുടെ കോറസ് കമാൻഡോ യൂണിറ്റ് നക്സൽ ബാധിത പ്രദേശങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്ന പല ഓപ്പറേഷനുകളും നടത്തിയിട്ടുള്ള സേനാ വിഭാഗമാണ്. അതുകൊണ്ട് ഈ യാത്രയിലേക്ക് പോകാൻ ഭയപ്പെടരുത്. കാശ്മീരിന്റെ ഭംഗി, ചെനാബിന്റെ ഉയരം, രാജ്യത്തിന്റെ ഒരു വലിയ നേട്ടം ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ കാശ്മീരിലേക്ക് പോവുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.